നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എവിടെ പോയാലും ഒരുപാട് വീഡിയോസ് അതുമായി ബന്ധപ്പെട്ട് ഇറങ്ങാറുണ്ട്. അതെല്ലാം തന്നെ വൈറലാകാറുമുണ്ട്. കാസിരംഗ ദേശീയോദ്യാനത്തിൽ ആന സവാരിയും ജീപ്പ് സവാരിയും നടത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദൃശ്യങ്ങളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാണ്. അർജുൻ പീതാംബരനാണ് നമ്മുടെ കൂടെയുള്ളത്. അർജുൻ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എവിടെ സന്ദർശിക്കാൻ പോയാലും അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ പുറത്തിറങ്ങും, അതങ്ങ് വൈറലാവുകയും ചെയ്യും. അങ്ങനെ ഒരെണ്ണം കൂടിയല്ലേ? തീർച്ചയായിട്ടും പൂജ, ഈ ഒരു ഇലക്ഷൻ പ്രഖ്യാപനം ഏത് നിമിഷവും വരാമെന്നുള്ളൊരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ഇന്ന് രാവിലെ 5:30 ഇത്തരത്തിൽ കാസിരംഗ ദേശീയോദ്യാനത്തിൽ അദ്ദേഹം എത്തുകയും അവിടുത്തെ മൃഗങ്ങളെയും, സത്യം പറഞ്ഞ വനം വന്യജീവി മൃഗങ്ങൾ എന്നൊക്കെ പറയുന്നത് നമ്മുടെ പ്രധാനമന്ത്രിക്ക് വളരെയധികം ഇഷ്ടമുള്ള, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ദൃശ്യങ്ങളും വീഡിയോകളും എല്ലാം തന്നെ പുറത്തിറങ്ങും, അതെല്ലാം വൈറലാവാറുമുണ്ട്. എന്നാലും ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ 55,000 കോടി രൂപയുടെ പദ്ധതികൾ, വികസന പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം അസമിലേക്ക് എത്തുന്നതും. അസം മാത്രമല്ല, 4 സംസ്ഥാനങ്ങളിലാണ് 2 ദിവസങ്ങളായി നീണ്ടു നിൽക്കുന്നൊരു പര്യടനമുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് രാവിലെ 5:30 ഈ കാസിരംഗയിൽ എത്തുന്നതും അവിടെ ഈ മൃഗങ്ങളെല്ലാം തന്നെ കണ്ട് ആദ്യം ഒരു എലിഫൻറ്റ് സഫാരി, ആനയ്ക്ക് പുറത്ത് കയറിയുള്ള സഫാരി, പിന്നാലെ ജീപ്പ് സഫാരിയും എല്ലാം നടത്തുന്നത്. ഏകദേശം 600 ഇനം പക്ഷികൾ, അതുപോലെ തന്നെ ഈ ആനകൾ, റൈനോസറസ് എല്ലാം തന്നെ ഉള്ള ഒരു ദേശീയോദ്യാനം യുനെസ്കോയുടെ പൈതൃക പട്ടികയിലെല്ലാം തന്നെ ഇടം പിടിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിൽ തന്നെ ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ വൈറലാവുന്നത് സ്ഥിരമായിട്ട് തന്നെ ഉള്ളൊരു കാര്യമാണ്. PR-ൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ നോക്കുകയാണെങ്കിൽ പോലും, പ്രത്യേകിച്ചും ഇലക്ഷൻ കൂടി എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്, പ്രഖ്യാപനം അടുത്ത് നിൽക്കുന്ന സാഹചര്യമാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള എല്ലാ പ്രചരണ പരിപാടികളും അത് നേരിട്ട് ആളുകളിലേക്ക് ഇറങ്ങുന്നതിന് അപ്പുറത്തേക്ക് സമൂഹ മാധ്യമങ്ങൾ വഴി കൂടി കൂടുതൽ ഇടങ്ങളിലേക്ക്, അല്ലെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് എല്ലാം തന്നെ, ആളുകളുടെ എല്ലാം ഇഷ്ടം കൂടിയാണ് ഇത്തരത്തിൽ വനം വന്യജീവി എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. അതെല്ലാം തന്നെ വലിയ രീതിയിൽ മുതലെടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി പറയാനായിട്ട് സാധിക്കും. അതെല്ലാം ഏറ്റവും അധികം, അല്ലെങ്കിൽ വളരെയധികം തന്നെ പ്രയോജനപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയാണ് കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രിയും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെയാണ് ഈ അസം ഉൾപ്പെടെ 4 സംസ്ഥാനങ്ങളിൽ എത്തുകയും അവിടുത്തെ ഈ വികസന പദ്ധതികളെല്ലാം തന്നെ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുന്നത്. പക്ഷേ നിലവിൽ ഇതിലൊരു മറു സാഹചര്യം കൂടി പരിശോധിക്കുകയാണെങ്കിൽ ഇതൊരു രാഷ്ട്രീയ ഗെയിം കൂടിയാക്കി മാറ്റുന്നുണ്ട് എതിർ കക്ഷിക്കാർ, അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ആസാമിന് തൊട്ടടുത്ത് തന്നെയുള്ള സംസ്ഥാനങ്ങളാണ് മണിപ്പൂർ, അരുണാചൽ പ്രദേശ്. ഇവിടെ നിരവധി കാലങ്ങളായി തന്നെ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ഒരു വർഷത്തിലധികമായി നിൽക്കുന്ന ഈ സംഘർഷങ്ങളും കലാപങ്ങളും ഒന്നും തന്നെ ഉണ്ടായിട്ടും അവിടേക്ക് എത്തുന്നില്ല പ്രധാനമന്ത്രി. മറിച്ച് തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളിൽ മെനഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ, ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ തന്ത്രങ്ങൾ പയറ്റുന്നു എന്നുള്ള കാര്യം കൂടി ഒരു ആരോപണം എന്നുള്ള രീതിയിൽ കോൺഗ്രസ്. എന്തായാലും ആ രീതിയിൽ ഓരോ യാത്രയുണ്ട്, പലപ്പോഴും നമ്മൾ കാണുന്നതാണ്. ആ യാത്രയ്ക്ക് ഒരു ലക്ഷ്യമുണ്ട്, അതിൽ രാഷ്ട്രീയമുണ്ട്. ഒപ്പം എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട്, ആ സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോയും അത് വീണ്ടും വൈറലായിരിക്കുന്നു. ശരി.